ആം ഹോൾ ആൻഡ് സ്ലീവ് മെഷർമെന്റ് ആൻഡ് കട്ടിംഗ് പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ലോങ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് എടുക്കേണ്ട അളവ് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി എത്രയാണോ അതിനോട് കൂടി 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള ഇറക്കം നമ്മൾ എടുത്തിരുന്നത് കർവ് വരയ്ക്കാനുള്ള ഇങ്ങോട്ടുള്ള ഇറക്കം നമ്മൾ നോർമലി എടുത്തിരുന്നത് എത്രയാണോ നമ്മുടെ ഇറക്കം, അതായത് സ്ലീവ് ലെങ്ത് എത്രയാണോ വരുന്നത് 9-ന് താഴെയാണ് കേട്ടോ ഉള്ള കേസുകളാണ്. അത് ചെറിയ കൈകളായിരിക്കും. അപ്പോൾ ഒരു 6 ആയിരുന്നപ്പോൾ നമ്മളിവിടെ 3 എടുത്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എത്രയാണോ അതിന്റെ പകുതിയാണ് നമ്മളിവിടെ എടുത്തിരുന്നത്. പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല. സ്ലീവ് കൂടുതൽ, അതായത് 9-ന് മുകളിലുള്ള സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു 13 എടുത്തിട്ടുണ്ട് സ്ലീവ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഇതാ 13 എനിക്ക് വേണ്ട സ്ലീവെങ്കിൽ 1 ഇഞ്ച് കൂട്ടി 14 തയ്യൽ തുമ്പോണി കൂട്ടി 14 ഞാനിവിടെ സ്ലീവ് എടുത്തിട്ടുണ്ട്. ദെൻ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിനോടുകൂടി 1 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 10 സ്ലീവ് എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക പ്ലസ് 1 ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടെ സ്ലീവ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കർവ് വരയ്ക്കേണ്ടത് നമ്മൾ നേരത്തെ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഒരു കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ഇവിടേക്കുള്ള അളവ് എങ്ങനെ കിട്ടിയെന്നുള്ളതിന്റെ ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്, ആ ചെസ്റ്റ് നോക്കുക. അതാ കണ്ടില്ലേ, നമ്മുടെ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ആ ചെസ്റ്റിനോ അനുസരിച്ചുള്ള ഇറക്കം നമ്മളിവിടെ കൊടുക്കുക. 35 to 40 വരെയുള്ളവർക്ക് 3.5 ആണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ഒരു 36 ഉള്ള ബെസ്റ്റ് സൈസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 3.5 ആയിരിക്കും നമ്മളിവിടെ ഇറക്കം കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാം. ഇവിടെ കർവ് വരച്ചു കൊടുക്കുക. ദെൻ 1 ഇഞ്ച് വിട്ട് ഒരു കർവ് വരച്ചു കൊടുത്ത് സ്റ്റിച്ച് കട്ട് ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്.